+1 അക്കൗണ്ടൻസി ക്ലാസ്. ഇന്ന് നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ തയ്യാറാക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. മുൻ വർഷത്തിൽ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യവും അതെങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്ലാസ് വളരെ ശ്രദ്ധിക്കുന്നതിലൂടെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കൽ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. മുഴുവനും ശ്രദ്ധിക്കുക. അതിനു മുമ്പേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കണ്ടു കഴിഞ്ഞതിന് ശേഷം. 2014 മാർച്ച് പബ്ലിക് എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് ലാലു ഷുമാർട്ട് എസ് ഓൺ 31 മാർച്ച് 2013. ഈ ഡേറ്റിലെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനാണ് ചോദ്യം. ബാലൻസ് as per cash book as on 31 March 2013 was ₹3,000. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത് ബാലൻസ് as per cash book അല്ലെങ്കിൽ ബാലൻസ് as per പാസ്ബുക്കിലായിരിക്കും. ഇവിടെ ബാലൻസ് as per cash book തന്നിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുക എന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് is on 31 March 2013. പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, എമൗണ്ട് കോളം. ആദ്യമായിട്ട് നമ്മൾ എന്തെഴുതുന്നു? ബാലൻസ് as per cash book. ശ്രദ്ധിക്കുക. ബാലൻസ് as per cash book. എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 3000. ഔട്ടർ കോളത്തിൽ 3000 കാണിച്ചിരിക്കുന്നു. വളരെ എളുപ്പമാണ്. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കാണിച്ചു. ബാലൻസ് as per cash book as on 31 March 2013 was ₹3,000. അടുത്ത കാര്യം നമുക്ക് നോക്കാം. ചെക്സ് worth ₹2,000 issued for rent so far not presented to bank. നമ്മൾ 2000 രൂപയുടെ ചെക്ക് റെന്റിനായി ബിൽഡിങ്ങിന്റെ ഉടമയ്ക്ക് നൽകിയതാണ്. എന്നാൽ അയാൾ പേയ്മെന്റ് ലഭിക്കാൻ വേണ്ടി ബാങ്കിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാങ്കിലെ അഥവാ പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. കാരണം അയാൾ ബാങ്കിലേക്ക് ചെക്ക് സമർപ്പിച്ചിട്ടേ ഇല്ല. എന്നാൽ ചെക്ക് നമ്മൾ ലാൻഡ് ലോഡിന് നൽകുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. 2 കോളം കേഷ് ബുക്കിൽ എങ്ങനെ കാണിക്കും? ബൈ ലാൻഡ് ലോഡ് ബാങ്ക് കോളത്തിൽ 2000 കാണിക്കും. ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് കുറയുക എന്നാണ്. കേഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് 2000 രൂപ കുറഞ്ഞു, എന്നാൽ പാസ്ബുക്കിൽ കുറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ കേഷ് ബുക്ക് ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകണം. പാസ്ബുക്കിൽ കുറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടിയതാണ്. കേഷ് ബുക്കിൽ കുറഞ്ഞത് എങ്ങനെയാണ്? ചെക്ക് രേഖപ്പെടുത്തിയത്, ചെക്ക് ഒരാൾക്ക് കൊടുത്തത് രേഖപ്പെടുത്തിയത് മുഖേന ബൈ ലാൻഡ് ലോഡ് ബാങ്ക് കോളത്തിൽ 2000 കാണിച്ചല്ലോ. അപ്പോൾ കേഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞു, പാസ്ബുക്കിൽ കുറഞ്ഞിട്ടില്ല. കുറഞ്ഞ കേഷ് ബുക്ക് ബാലൻസിൽ നിന്നും കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ട് എന്തു ചെയ്യണം? ആഡ് ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് ആഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും പ്രാക്ടിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. 2000 രൂപയുടെ ചെക്ക് നൽകിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കേഷ് ബുക്കിലെ ബാലൻസ് കുറയുന്നു.
ബാങ്കിൽ അത് സമർപ്പിക്കാത്തത് കൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. കുറഞ്ഞ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആഡ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ആഡ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. അയാൾ ബാങ്കിൽ സമർപ്പിച്ചിട്ടില്ല. ബട്ട് നോട്ട് പ്രസന്റഡ്. എത്രയാണ് എമൗണ്ട്? ശ്രദ്ധിക്കുക, 2000 rupees ആണ്. 2000 ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പാസ്ബുക്ക് ₹1200. 1200 രൂപ പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പാസ്ബുക്കിലെ ബാലൻസ് കൂടി. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാ. പാസ്ബുക്കിലെ ബാലൻസ് കൂടി, ക്യാഷ് ബുക്കിൽ കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകണം. കുറഞ്ഞ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പാസ്ബുക്ക്. ആഡ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പാസ്ബുക്ക്. എത്രയാണ് എമൗണ്ട്? 1200 അല്ലേ? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പാസ്ബുക്ക് ₹1200. 1200 രൂപയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. നമ്മൾ അത് എഴുതിയിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക, അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ചിന്നു, one of our customers credited ₹4,000 to our bank directly. ചിന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു കസ്റ്റമർ ബാങ്കിൽ നേരിട്ട് 4000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ ബാങ്കിലെ ബാലൻസ് കൂടി, അഥവാ പാസ്ബുക്കിലെ ബാലൻസ് കൂടി. എന്നാൽ കസ്റ്റമർ അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്കിൽ കൂടിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞ ബാലൻസ് ആണ്. കുറഞ്ഞ ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ട് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമായിരിക്കും. അപ്പോഴെന്താണ്? എമൗണ്ട് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബൈ എ കസ്റ്റമർ, ആഡ് ചെയ്യേണ്ട ഐറ്റം. അടുത്ത എമൗണ്ട് ഡെപ്പോസിറ്റഡ് by a customer directly. നേരിട്ട് ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. ബാങ്കിലെ ബാലൻസ് കൂടുന്നു, ക്യാഷ് ബുക്കിൽ കൂടുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലെ കുറഞ്ഞ ബാലൻസിൽ നിന്ന് കൂടിയ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തത്. എത്രയാണ് എമൗണ്ട്? 4000. അടുത്തത് എന്താണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക, ബാങ്ക് ചാർജസ് ₹2000 were not credited to the cash book so far. ബാങ്ക് ചാർജസ് 200 രൂപ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല. ബാങ്ക് ചാർജസ് ഉണ്ടാകുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നു, അഥവാ പാസ്ബുക്കിലെ ബാലൻസ് കുറയുന്നു, നിക്ഷേപം കുറയുന്നു. ചാർജസ് ആണ്, നിക്ഷേപം കുറയുന്നു.
ക്യാഷ് ബുക്കിൽ കാണിക്കാത്തത് കൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടിയ ബാലൻസ് ആയിരിക്കും. കൂടിയ ബാലൻസിൽ നിന്ന് ഈ കാര്യത്തിൽ കുറഞ്ഞ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ട് 200 രൂപ കുറഞ്ഞ ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട ഐറ്റമാണ് ഈ ബാങ്ക് ചാർജസ്. അപ്പോൾ ഏഡ് ചെയ്യേണ്ട ഐറ്റം മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും ഐറ്റമാണ് ആഡ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി എത്രയുണ്ടായിരിക്കും? 3000, 5000, 6200, 10200. 10200 ആണ് ഇപ്പോഴുള്ള ടോട്ടൽ. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റം ഉണ്ട്. ഏതാണ്? ബാങ്ക് ചാർജസ്. നോട്ട് recorded in the cash book. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്താൽ രണ്ട് ബുക്കും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോഴെന്താണ്? ബാങ്ക് ചാർജസ് ഓഫ് ₹200 വെയർ നോട്ട് ക്രെഡിറ്റഡ് ടു ദി ക്യാഷ് ബുക്ക് സോ ഫാർ. ക്യാഷ് ബുക്കിൽ ഇതുവരെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബാങ്ക് ചാർജസ് ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ബാങ്കിലെ ബാലൻസ് കുറയുന്നു, അഥവാ പാസ്ബുക്കിലെ ബാലൻസ് കുറയുന്നു. ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പോഴെന്താണ്? കൂടിയ ക്യാഷ് ബുക്കിലെ ബാലൻസിൽ നിന്ന് കുറഞ്ഞ പാസ്ബുക്ക് ബാലൻസിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് ഈ ഐറ്റം ലെസ് ചെയ്യുന്നത്. എത്രയാണ് എമൗണ്ട്? 200. ഇത് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഭിക്കും? 10,200 ലെസ് 200, 10,000. ഡബിൾ അണ്ടർലൈൻ. ഇതിന് നേരെ എന്തെഴുതേണ്ടതാണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഈ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.